ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാസ്മിൻ. ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഇന്ന് എന്തിനെ പറ്റിയാണ് പറയാൻ പോകണമെന്ന്. അപ്പോൾ പാല് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് സൗന്ദര്യം കൂടുമോ അതോ സ്കിന്നിൻ്റെ ഗ്ലോ കൂടുമോ, ഇത് എന്തെങ്കിലും നടക്കുന്ന കാര്യമാണോ? അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഈ സൗന്ദര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ കളറ് മാത്രമല്ല, കണ്ണും ചുണ്ടും മൂക്കും പുരികവും മുടിയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് സൗന്ദര്യമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കൊണ്ട് മുഖം കഴുകിയെന്ന് പറഞ്ഞിട്ട് സൗന്ദര്യം കൂടുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു +2 പഠിക്കുന്ന ടൈമിൽ ഒരു ന്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പണ്ട് ക്ലിയോപാട്ര പാല് കൊണ്ടിട്ടായിരുന്നു കുളിക്കുന്നത്, എന്നിട്ട് ഭയങ്കര സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഞാൻ കഴിഞ്ഞു ഈശ്വര പാല് വെച്ചൊക്കെ കുളിക്കണമെങ്കിൽ എന്തോരം പാല് വേണമെന്ന്. പിന്നെ ആ സബ്ജക്റ്റ് വിട്ട്. പക്ഷേ എന്നാലും നമ്മൾ ഈ സൗന്ദര്യത്തിൻ്റെ കാര്യമാകുമ്പോഴുണ്ടല്ലോ, ഇത് എന്ത് ചെയ്താലും ഇത് കൂടുന്നതെന്ന് അത് ഓൾമോസ്റ്റ് എല്ലാ ഒരു പെണ്ണുങ്ങൾക്കും വരുന്നൊരു ചിന്ത തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പാല് എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് പാല് കൊണ്ട് കുളിക്കുന്ന കാര്യമൊന്നുമല്ല, പക്ഷെ പാല് വെച്ച് നമുക്ക് ഫേസിൽ ഡെയിലി നമ്മൾ പാല് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സ്കിന്ന് ഗ്ലോ വരും. അത് ഒരു അനുഭവമുള്ള കാര്യം. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എക്സാമ്പിൾ അല്ല കേട്ടോ, ഒരു നടന്ന കാര്യമാണ്. ഞാനിങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ചേച്ചിയുടെ പേര് രശ്മി എന്നാണ്. അപ്പം ചേച്ചിയാണെങ്കിൽ ഉണ്ടല്ലോ, എവരിഡേ കുറച്ച് പാലെടുത്തിട്ട് ഒരു കോട്ടണിൽ മുക്കി എന്നും ഫേസിൽ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്യും. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒരു ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അത് വാഷ് ചെയ്ത് കളയും. അപ്പം ഞാൻ ചേച്ചിയെടുത്ത് ചോദിക്കും, കാരണം ഇങ്ങനെ ഒരു വലിയൊരു പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് അവിടെ മെസ്സിൽ കൊടുത്തേക്കും, എന്നിട്ട് അതെന്നാ കുറേശ്ശെ എടുക്കുന്നത്. അപ്പം ഞാൻ്റെ ഒരു ചേച്ചി എന്താ എപ്പോഴും ഇങ്ങനെ പാല് വെച്ച് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് മുന്നേ നിറച്ച് പാടും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ക്രീമൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അലർജി ആയിട്ട്. അപ്പോൾ ഏതോ ഡോക്ടർ പറഞ്ഞു കൊടുത്തതാ ഇങ്ങനെ പാല് വെച്ച് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ചേച്ചി ഡെയിലി എന്ന് വെച്ചാൽ ഡെയിലി ചെയ്യും. ഒരു ദിവസം പോലും അങ്ങനെ ചെയ്യാതിരിക്കത്തില്ല, എവരിഡേ ചെയ്യുന്നുണ്ട്. ഇവൻ എനിക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ച ചെയ്താൽ ഒരു അടുത്ത ദിവസം എനിക്ക് ചെയ്യാൻ നല്ല മടിയായിരിക്കും. പക്ഷെ പുള്ളിക്കാരി ചെയ്യുന്നതിനുണ്ടല്ലോ നമുക്ക് ആ ഫേസ് കാണുമ്പോൾ അറിയാൻ പറ്റും. ക്ലിയർ സ്കിന്നാണ്, അതുപോലെ സ്കിന്ന് നല്ല ഗ്ലോയാണ്, ഒരു പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പക്ഷേ ഇത് ഡെയിലി യൂസ് ചെയ്ത് ചേച്ചി എനിക്ക് തോന്നുന്നു 2-3 വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സ്കിന്ന് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്, ഒരു പ്രശ്നവുമില്ല. ആ ടൈമിൽ ഞാൻ കുറച്ച് ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പിന്നെ മടി പിടിച്ചിട്ട് പിന്നെ ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ സ്കിന്നിന് ഇങ്ങനെ എന്തെങ്കിലും ക്രീം അലർജി ഉള്ളവരോ അതും അല്ലാതെ ഇപ്പം ഇങ്ങനെ പാടുകളൊക്കെ ഒരുപാടുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ ഡെയിലി പാല് യൂസ് ചെയ്താൽ നല്ല മാറ്റം കാണാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒരാഴ്ചയോ 2 ആഴ്ചയോ ചെയ്തെന്നിട്ടൊന്നും റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ കുറച്ച് ക്ഷമയുള്ളവരാണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒരു മിനിമം എനിക്കൊരു 1-2 മാസമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ കാരണം ഞാനിപ്പോൾ അങ്ങനത്തെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കാറില്ല. മുന്നേ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പിന്നെ എനിക്ക് ആ ചേച്ചീനെ കണ്ട് അത്ര അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബൗളിൽ നമുക്ക് കുറച്ച് പാലെടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു കോട്ടണാണ്. ഇങ്ങനത്തെ തന്നെ വേണമെന്നില്ല, ഏത് ഒരു കോട്ടൺ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇതിനകത്ത് ഇതുപോലെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് ആ കോട്ടൺ വെച്ച് ഫേസിൽ നന്നായിട്ട് ഇതുപോലെ തുടച്ചു കൊടുക്കാം. ഇതുപോലെ ഫേസ് ഫുള്ള് നല്ല പോലെ തുടച്ചിട്ട് ജസ്റ്റ് ഡ്രൈ ചെയ്യാൻ വിടുക. കാരണം അതിപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഫേസിൽ അങ്ങനെ തന്നെ വിട്ടേക്കാം, എത്ര നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്താലും കുഴപ്പമില്ല. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ അതൊരു ഉണങ്ങുന്ന ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഇതുപോലെ നല്ലപോലെ തുടച്ചെടുക്കുക. പിന്നെ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഞാൻ പറയാം. ഇന്ന് ഞാൻ ഫേസിൽ സത്യം പറഞ്ഞാൽ മോയ്സ്ചറൈസർ പോലും യൂസ് ചെയ്തിട്ടില്ല, ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ഐബ്രോയിലുള്ള ഈ ഒരു ഗ്യാപ്പും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും.
ഒന്നും യൂസ് ചെയ്യാതെ വിത്തൗട്ട് മേക്കപ്പിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് മുടി അഴിച്ചിട്ടേക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു കാര്യമുണ്ട്, ബെല്ലൈക്കണിൻ്റെ കാര്യം. ഞാൻ ഇത് എപ്പോഴും എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏകദേശം നമുക്ക് 10,000 അടുപ്പിച്ച് സബ്സ്ക്രൈബർ ഉണ്ട്. പക്ഷേ എന്നാലും വ്യൂവേഴ്സിനെ നോക്കുമ്പോൾ കുറച്ച് വ്യൂവേഴ്സെ കാണാറുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബെല്ലൈക്കൺ പ്രസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും കാണാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അവിടെ പോയി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. എന്നാൽ മാത്രമേ പുതിയ വീഡിയോകൾ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ചെയ്യണം. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ.